അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു സാലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ. നന്മയാർന്ന പ്രവർത്തനം ജീവിതത്തിൽ നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരോടും വെറുപ്പില്ലാത്ത, വേദനയില്ലാത്ത, ഒരാളോടും സങ്കടങ്ങളില്ലാത്തൊരു ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ഒരുപാട് നന്മകൾ പരിശുദ്ധമായി റമളാനിൽ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് ഈമാനോട് കൂടെ കടന്നു പോകുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അവൻ്റെ മരിക്കുന്ന ആ സമയങ്ങളാണ്. ആ സമയത്ത് കലിമ ചൊല്ലാൻ കഴിയണം. അവനാണ് ഏറ്റവും വലിയ വിജയി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വിശുദ്ധ ദീനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് അധികാരങ്ങളുണ്ടായി, ദുനിയാവിൽ ഒരുപാട് പവറുണ്ടായി, മറ്റുള്ളവർക്ക് മുമ്പിൽ വലിയ സ്ഥാനമാനങ്ങളുണ്ടായി എന്നതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ വിജയിച്ചിട്ടില്ല. വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്കാണ് ദുനിയാവിൽ നമ്മൾ നന്മകൾ ചെയ്യേണ്ടത്. ആ ഒരു നന്മയുടെ തുടക്കം, ആഖിറത്തിലേക്കുള്ള ജീവിതത്തിൻ്റെ തുടക്കം, അത് മരണത്തോടു കൂടെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അവൻ വിജയത്തിലാണോ പരാജയത്തിലാണോ എന്നത് അവിടെ മുതലാണ് തുടങ്ങുന്നത്. ദുനിയാവിലൊക്കെ നമുക്ക് സുഖങ്ങളുണ്ടാകാം, ദുനിയാവിൽ നമുക്ക് വലിയ സന്തോഷങ്ങളുണ്ടാകാം, അതിൻ്റെ കൂടെ തന്നെ ദുഃഖങ്ങളും എല്ലാം കടന്നു വരാം. അങ്ങനത്തെ ഒരു ലോകമാണ്, ഒരു ജീവിതമാണ് ദുനിയാവ്. പക്ഷേ എന്നും സന്തോഷവും എന്നും സമാധാനങ്ങളും നിലനിൽക്കുന്നത് അത് സ്വർഗത്തിൽ മാത്രമാണ്. നരകമെന്ന് പറഞ്ഞാൽ എന്നും പ്രയാസങ്ങളും വേദനകളെ കൊണ്ടും നിറഞ്ഞതുമാണ്. എന്നാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിൽ കടക്കാൻ തന്നെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മരണത്തോടു കൂടെ നമുക്ക് ഒരു മനുഷ്യൻ്റെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് ആ മനുഷ്യൻ്റെ ഈമാന്, ആ മനുഷ്യൻ്റെ പവർ എന്നത്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ മരണസമയത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ ഒരു യാത്രയപ്പ് നമുക്ക് വരാനുണ്ട്. ഈ ഭൂമി ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുന്ന, നമ്മളെ ഇവിടുന്ന് യാത്ര അയക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്, അല്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ ജനാസയ്ക്ക് കൂടെ, നമ്മുടെ മയ്യത്തിൻ്റെ കൂടെ നമുക്കൊരുപാട് ആളുകൾ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നല്ല കൂട്ടുകാരെ നമ്മൾ വാർത്തെടുക്കണം. അതിന് നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ദുനിയാവിൽ നമ്മൾ നടത്തണം. നല്ല രീതിയിൽ പെരുമാറണം. എല്ലാവർക്കും അവൻ പോയതിൻ്റെ പേരിൽ സങ്കടപ്പെടണം. അവൻ മരിച്ചു പോയല്ലോ അല്ലാ, അവനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ, അല്ലെങ്കിൽ അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ എന്നും മറ്റുള്ളവർ ചിന്തിക്കുന്ന രൂപത്തിലാകണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരവും നമ്മുടെ രീതിയുമെല്ലാം. എൻ്റെ പ്രിയമുള്ളവരെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്, നമ്മൾ പണിയെടുക്കേണ്ടത്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മെ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫയഖൂമു അലാ ജനാസത്തിൻ അർബഊന റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അവൻ മരണപ്പെട്ടാൽ അവൻ്റെ പേരിൽ നിസ്കരിക്കാൻ, അവൻ്റെ വീട്ടിൽ നിന്നും മയ്യത്തെടുത്തിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ പേരിൽ നിസ്കരിക്കാൻ അത് 40 ആളുകളുണ്ടെങ്കിൽ അവരെങ്ങനത്തെ ആളായിരിക്കണം? ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ, അങ്ങനത്തെ ആളുകൾ ഒരു 40 ആളുകൾ നിൻ്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, 40-നേക്കാളും കൂടുതൽ അല്ലേ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. 40 ആളെങ്കിലും നിൻ്റെ ജനാസയ്ക്ക് നിസ്കരിക്കാനുണ്ടെങ്കിൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, ആ ആളുകളുടെ ഷഫാഅത്ത്, അവിടെ നമസ്കാരം, അവിടെ പ്രാർത്ഥന, നിനക്ക് വേണ്ടി ചെയ്ത നന്മകൾ അത് ഒരിക്കലും അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നന്മയാർന്ന പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കണം. മറ്റുള്ളവർക്ക് മുമ്പിൽ നന്മയോടെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നല്ല രീതിയിൽ സംസാരിക്കാനും പ്രവർത്തനങ്ങൾ നടത്താനും നമ്മളെ കൊണ്ട് കഴിയണം. അതിനാണ് ദുനിയാവിൽ നമ്മൾ പണിയെടുക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ,
അതിൻ്റെ നല്ല കൂട്ടുകാരെയും നല്ല സ്വഭാവമുള്ള ആളുകളെയും നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ആളുകളെയും ജീവിതത്തിൽ നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക. ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ, ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ കൈ ചുരുട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് ദുനിയാവിലേക്ക് നമ്മൾ വന്നത്. ആ സമയത്ത് നമ്മുടെ ചുറ്റും വാപ്പയും ഉമ്മയും നമ്മുടെ കൂടപ്പിറപ്പുകളും വല്ലിപ്പയും വല്യമ്മയും നമ്മുടെ നാട്ടുകാരും അയൽവാസികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ നിന്നിട്ട് ഒരു കുഞ്ഞ് ജനിച്ചല്ലോ എന്ന കാര്യത്തിൽ സന്തോഷിച്ച് അവരെല്ലാവരും ചിരിച്ചു. അന്ന് നമ്മളിവിടെ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ കടന്നു വന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് വിട പറയും. അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സമയം, ആ സമയത്ത് നമുക്ക് മറ്റുള്ളവരെല്ലാവരും കരയണം, അവൻ പോയല്ലോ, അല്ലെങ്കിൽ അവൾ പോയല്ലോ, അവളുണ്ടായിരുന്നെങ്കിൽ എത്ര സമാധാനമായിരുന്നു, എത്ര ആനന്ദമായിരുന്നു എന്ന് ചോദിച്ച് എന്ന് പറഞ്ഞ് അവർ കരയണം. ആ സമയത്ത് അവർക്ക് മുമ്പിൽ നമ്മൾ കൈ ഇങ്ങനെ മലർത്തിപ്പിടിച്ച് പുഞ്ചിരിച്ചിട്ട് അവരുടെ മുമ്പിൽ ചിരിച്ചിട്ട്, കരയുന്നവരുടെ മുമ്പിൽ ചിരിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും കടക്കാൻ കഴിയണം. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഏറ്റവും വലിയ വിജയം നേടിയവൻ എൻ്റെ പ്രിയമുള്ളവരെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കൂടെ എല്ലാത്തിനും ഒപ്പം നിൽക്കാൻ ഏതുവരെ നമ്മളെ പള്ളിക്കാട്ടിലേക്കെടുത്ത് നമ്മുടെ ഖബറിൻ്റെ ചാരത്ത് വന്നിട്ട് ഒരു സലാം പറഞ്ഞുകൊണ്ട് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ദുആ ചെയ്യുന്ന കൂട്ടുകാരെ നമുക്ക് വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മൾ മരിച്ചത് മുതൽ ഏതു സമയം എൻ്റെ കൂട്ടുകാരൻ അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഓർക്കുന്ന, ഒരു ദിവസം ഒരു ഫാത്തിയെങ്കിലും നമ്മുടെ ഖബറിലേക്ക് ഓതാൻ കഴിയുന്ന ഒരു കൂട്ടുകാരനെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വാർത്തെടുക്കണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നല്ല കൂട്ടുകാരൻ നിങ്ങൾ വാർത്തെടുക്കുക. ഇത്തഹിദുൽ ഹുല്ലാൻ, നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഉണ്ടാക്കൂ, നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ വാർത്തെടുക്കൂ. ഫഇന്ന ലികുല്ലി ഖലീലിൻ ശഫാഅത്തും യൗമൽ ഖിയാമ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന്ത്യനാളിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യുന്ന ഒരു സമയമുണ്ട്, ഒരവസരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ നമ്മൾ നല്ല കൂട്ടുകാരെ നമ്മൾ വാർത്തെടുക്കണം, നല്ല സുഹൃത്തുക്കളെ, അള്ളാഹിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന നല്ല കൂട്ടുകാരെ വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് ദുനിയാവിലെന്ന് മാത്രമല്ല, അത് ആഖിറത്തിലേക്കും കൂടെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പരിശുദ്ധമായ റമളാനാണ്. ഇവിടെ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ഇരുലോകവും അല്ലാഹു വിജയത്തിലാക്കി തരട്ടെ. അല്ലാഹു തആല നന്മ പ്രവർത്തിച്ച് നല്ലത് ഒരുപാട് പഠിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തി എന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.